പോലീസ് രാഹുലിനെ ഇപ്പൊ പൊക്കും ഇപ്പോൾ പൂട്ടും എന്നൊക്കെ പറഞ്ഞിറങ്ങിയ CPM ഇപ്പോൾ ഞെട്ടിത്തരച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് പോലീസിന് രാഹുൽ എവിടെയെന്ന് അറിയില്ല എന്ന്. അപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയമാണോ എന്ന ചോദ്യം ഒരു വശത്ത് മാധ്യമങ്ങൾ ചോദിക്കുകയാണ്. മറുവശത്ത് തൽക്കാലം രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. രാഹുലിന് തൽക്കാലം ആശ്വാസത്തിന് വകയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് തൽക്കാലം ആശ്വസിക്കാം. അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. രാഹുൽ എവിടെയെന്ന് കോൺഗ്രസിനറിയാം, പോലീസിനറിയില്ല. അറസ്റ്റ് തടഞ്ഞത് സ്വാഭാവിക നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ഗർഭധാരണത്തിന് നിർബന്ധിക്കുകയും ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഡിസംബർ 15 പരിഗണിക്കും. അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടയാൻ കാരണമായത് കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യമാണ്. പോലീസ് അറസ്റ്റിനായി ശ്രമിക്കുന്നതിനാൽ മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് ഹർജി കോടതിയുടെ പരിഗണനയിലുള്ളപ്പോൾ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഹൈക്കോടതിയിൽ 32ാമത്തെ ഐറ്റമായിട്ടായിരുന്നു രാഹുലിന്റെ ഹർജി ലിസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ കോടതി ആരംഭിച്ചപ്പോൾ രാഹുലിന്റെ അഭിഭാഷകൻ സബ്മിഷൻ അവതരിപ്പിക്കുകയായിരുന്നു. കേസിൽ ഇന്ന് തന്നെ വാദത്തിന് തയ്യാറാണെന്ന് അഭിഭാഷകൻ അറിയിച്ചു. പ്രോസിക്യൂഷൻ കൂടുതൽ സമയം ആവശ്യമെങ്കിൽ എതിർപ്പില്ലെന്നും അതുവരെ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് നൽകണമെന്നുമായിരുന്നു ആവശ്യം. ഇക്കാര്യം പരിഗണിച്ചാണ് ഹൈക്കോടതി അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞത്. കേസിന്റെ വിശദാംശങ്ങൾ പരിഗണിച്ചുള്ള വാദം ഇനി ഹർജി പരിഗണിക്കുമ്പോഴാവും ഉണ്ടാവുക. 15-ാം തീയതി കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് ഡയറിയും പോലീസ് റിപ്പോർട്ടും പരിഗണിച്ച ശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി. ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസിലാണ് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. മറ്റൊരു യുവതി കൂടി രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു. ഇതിൽ ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഈ കേസിൽ പരാതിക്കാരിയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനാൽ തന്നെ ഈ കേസിൽ നിലവിൽ രാഹുലിന് അറസ്റ്റ് ഭീഷണിയില്ല. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നുമാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ ആവശ്യപ്പെട്ടിരുന്നത്. പരാതിക്കാരിയുമായി അടുപ്പത്തിലായിരുന്നു. സ്വകാര്യ സംഭാഷണത്തിന്റെ വോയിസ് ക്ലിപ്പുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നതോടെ പുറത്തുവിട്ടത് താനാണെന്ന് സംശയിച്ച് പരാതിക്കാരി അകന്നെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. വിവാഹിതയായിരുന്നുവെന്നും അകന്നു കഴിയുകയാണെന്നും അറിയാമായിരുന്നു. അതിനാൽ വോയിസ് ക്ലിപ്പുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട പരാതി ഇപ്പോൾ ഉന്നയിക്കേണ്ടതില്ലെന്നായിരുന്നു രണ്ടുപേരും തീരുമാനിച്ചത്. എന്നാൽ താൻ രാഷ്ട്രീയ പ്രവർത്തകനായതിനാൽ മാധ്യമങ്ങൾ വ്യാപക പ്രചാരണം നൽകി. എതിർപക്ഷത്തുള്ളവർ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിച്ചു. ഇതോടെയാണ് പരാതിക്കാരെ തന്നെ തള്ളിപ്പറയുന്നത്. സംഭാഷണത്തിന്റെ വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും പോലീസ് പിന്നാലെയുള്ളതിനാൽ ഇത് ഹാജരാക്കാനാകുന്നില്ലെന്നും ഹർജിയിൽ പറയുന്നു. വൈകിയുള്ള പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ അവസരം ലഭിച്ചാൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാണെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞത് സ്വാഭാവിക കോടതി നടപടിയുടെ ഭാഗം മാത്രമാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുലിന് ഒളിത്താവളം ഒരുക്കിയത് കോൺഗ്രസ് ആണ്. അയാളുടെ മാത്രം കഴിവിന്റെ ഭാഗമായല്ല ഒളിവിലിരിക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വത്തിന് സംരക്ഷണമുണ്ട്. രാഹുൽ എവിടെയാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. അക്കാര്യം പോലീസിനെ അറിയിക്കുകയാണ് ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടതിയുടെ മുന്നിൽ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കലാണ് കേരളത്തിൽ പൊതുവെ കാണുന്ന രീതി. രാഹുൽ വിഷയത്തിൽ ഹൈക്കോടതി സ്വീകരിച്ച ഒരു തീയതിയിലേക്ക് കേസ് കേൾക്കാൻ വേണ്ടി നീട്ടിവച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇതാണ് നടന്നുവരുന്ന രീതി. അത് സ്വാഭാവികമായ കോടതി നടപടിയുടെ ഭാഗം മാത്രമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. രാഹുലിനെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. പോലീസ് മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണെന്ന ആരോപണം ശരിയല്ല. ഒളിവിൽ പോകാൻ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് രാഹുലിന്റെ സഹപ്രവർത്തകരാണ്. ആ സഹപ്രവർത്തകർ എന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളുമാണ്. സംസ്ഥാനത്തിന്റെ പുറത്തടക്കം രാഹുലിന് നല്ല രീതിയിൽ സംരക്ഷണം തീർത്തിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ എവിടെയാണ് ഉള്ളതെന്ന് കോൺഗ്രസിനറിയാം. അക്കാര്യം പോലീസിനെ അറിയിക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തുകൊണ്ടാണ് രാഹുൽ കർണാടകയിലേക്ക് കടന്നതെന്നും പിണറായി വിജയൻ ചോദിച്ചു. അവിടെ രാഹുലിന് ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ക്രിമിനൽ സ്വഭാവമുള്ള ഈ വ്യക്തി അയാളുടെ കഴിവിന്റെ ബലത്തിൽ മാത്രം ഒളിവിലിരിക്കുകയല്ല. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സംരക്ഷണമുണ്ട്. ഭാവിയിലെ നിക്ഷേപമാണെന്ന് കണക്കാക്കിയിരുന്ന ആളല്ലേ. ആ നിലയിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. രാഹുലിനെ സംരക്ഷിക്കുന്നതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് കൂടുതൽ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.